301 കുടുംബങ്ങൾക്ക് പട്ടയം കിട്ടിയ സ്ഥലം പിന്നീട് 301 കോളനിയായി മാറി. എന്നാൽ ഇപ്പോഴിവിടെ 40-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് സ്ഥിരമായി താമസിക്കാറുള്ളത്. ആനയിറങ്കൽ ഡാമിൽ നിന്ന് വെള്ളം കുടിച്ച് കരയിൽ നിന്ന് തീറ്റയെടുത്ത ശേഷം ആനകൾ വിശ്രമിക്കുന്ന സ്ഥലം. ചിന്നക്കനാൽ മേഖലയിലെ കയ്യേറ്റങ്ങൾ ഒരു വശത്ത്. ഇതിനിടയിലാണ് AK ആന്റണി സർക്കാർ 301 കുടുംബങ്ങൾക്ക് ആനയിറങ്കൽ ഡാമിന് സമീപം പട്ടയം നൽകുന്നത്. അങ്ങനെ 301 കോളനി പിറന്നു. ആനത്താരയിൽ പട്ടയം കിട്ടിയവരുടെ ദുരിതം അന്നു തുടങ്ങി. ആനകൾ ജീവനും കൃഷിക്കും ഭീഷണി ഉയർത്തി. 301 കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും പലായനം ചെയ്തു. ദേ കണ്ടില്ലേ, ആനപ്പേടി കാരണം അനാഥമായി പോയ 100 കണക്കിന് വീടുകളാണ് 301 കോളനിയിൽ ഇങ്ങനെ കാട് കയറി കിടക്കുന്നത്. അരിക്കൊമ്പനും 301-ൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. വന്ന് വീട് തള്ളുക, വീട്ടിനകത്ത് സാധനം ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോവുക, അങ്ങനെ കുറേ ശല്യമാണ് ആനയെ കൊണ്ട്. പറമ്പ് നശിപ്പിക്കുന്നു, കൃഷി നശിപ്പിക്കുന്നു, അങ്ങനെ കുറേ കാര്യം ചെയ്യുന്നുണ്ട്. അതാണ് ഈ ആനേനെ മാറ്റണം എന്ന് പറയുന്നത്. നിലവിൽ 301 കോളനിയിൽ താമസിക്കുന്നവരുടെ ജീവിതം ഇങ്ങനെയാണ്. 301 കോളനിയിലെ മിക്ക വീടുകളിലും ചെന്നാൽ ഇതേപോലെ കുപ്പികൾ വീടിന് ചുറ്റും കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ആനകൾ പലപ്പോഴും രാത്രികാലങ്ങളിലാണ് വരുന്നത്. അത് വന്നാൽ ഈ കമ്പിവേലികൾ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേപോലെ കുപ്പികൾ കിലുങ്ങും. അത് കേട്ട് വീട്ടുകാർക്ക് ഉണർന്ന് എഴുന്നേൽക്കാൻ പറ്റും. അങ്ങനെ ആനകളെ ഓടിക്കാം. അതുകൊണ്ടാണ് ഇത്തരം ക്രമീകരണങ്ങൾ എല്ലാ വീടുകളിലും നമുക്ക് കാണാൻ കഴിയും. പലരും ആനയെ പേടിച്ച് വീടുകൾക്ക് മുകളിൽ ഏറുമാടം കെട്ടിയാണ് താമസം. ആന തകർത്ത വീടുകളും ആനയുടെ കൊമ്പ് തുളച്ചു കയറിയ വീട്ടുമുറ്റങ്ങളും നിരവധി. മുന്നൂറ്റിയൊന്ന് ജനവാസ മേഖലയായതോടെ ആനകളും കാടിറങ്ങി നാശം വിതയ്ക്കാൻ തുടങ്ങി. ഇവിടെ മൊത്തം കണ്ടില്ലേ, ആന കുത്തി മറിച്ചിട്ടിരിക്കുകയാണ്. 301 കോളനിയിൽ നടക്കുന്നത് ആനകളും മനുഷ്യരും തമ്മിലുള്ള നിരന്തരമായ പോരാട്ടമാണ്. ഒരു അരിക്കൊമ്പനെ മാത്രം ഇവിടെ നിന്ന് നീക്കിയാൽ ആ പ്രശ്നങ്ങൾ തീരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. 301 കോളനിയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനൊപ്പം റിബിൻ രാജു, മാതൃഭൂമി ന്യൂസ്.